നീ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവല്ലേ? അതിന് നിനക്ക് ആരോഗ്യം വേണ്ടേ? നീ ആകെ ക്ഷീണിച്ചിരിക്കുക. ഇത് കഴിക്കഞ്ജലി. അഞ്ജലി കഴിക്ക്. ഞാൻ സറണ്ടർ ആവണം, അത്രയല്ലേ ഉള്ളൂ. അതിനുവേണ്ടിയല്ലേ 2 ദിവസം ഒന്നും കഴിക്കാതെ റൂമിൽ തന്നെ നീ ഒരേ കിടപ്പ് കിടക്കുന്നത്? ഞാൻ ക്രിമിനൽ ഒന്നുമല്ല, ക്രിയേറ്ററാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ആരുടെ അടുത്തൊന്നും വഴക്ക് കേട്ടിട്ടില്ല. എന്റെ ഹാർഡ് വർക്ക് കൊണ്ടാ ഞാൻ ഇവിടം വരെ എത്തിയത്. സൊസൈറ്റിയില് പേര്, പ്രശസ്തി എല്ലാം സമ്പാദിച്ചു. ഇങ്ങനെയുള്ള അവസ്ഥയില് ഞാനൊരു സിഗരറ്റ് എറിഞ്ഞപ്പോ വഴിയിലിട്ട് അയാൾ എന്നെ തല്ലിയത്. എനിക്ക് അപമാനം സഹിക്കാൻ പറ്റിയില്ല അഞ്ജലി. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യത്തില് അങ്ങനെയൊക്കെ ചെയ്തു പോയത്. ആ സമയത്തെ ദേഷ്യം കൊണ്ടാ എല്ലാം സംഭവിച്ചത്. അയാളുടെ കുടുംബത്തെക്കുറിച്ച് ന്യൂസിൽ കണ്ടപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല അഞ്ജലി. എന്റെ ദേഷ്യം കാരണം ഇങ്ങനൊരാപത്ത് സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ തന്നെ പറ അഞ്ജലി, നമ്മുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിനക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തോ? അങ്ങനെയുള്ള ഈ ഒരു ഒറ്റ തെറ്റ് എനിക്ക് വേണ്ടി നിനക്ക് ക്ഷമിച്ചൂടെ അഞ്ജലി? ക്ഷമിക്കാൻ നീ ചെയ്തത് ചെറിയ തെറ്റല്ല സിദ്ധാർത്ഥ്. ഒരു വ്യക്തിയെ കൊന്ന് ഒരു കുടുംബത്തെ വഴിയാധാരാക്കി, ഒരു കൊച്ചു കുഞ്ഞിനെ അനാഥയാക്കി. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ആ കുട്ടിയെ നമുക്ക് ദത്തെടുക്കാം. നമുക്ക് കുട്ടികൾ വേണ്ട, അവളായിരിക്കും നമ്മുടെ മോള്. ഞാൻ സമ്പാദിച്ചതെല്ലാം അവക്ക് മാത്രമുള്ളതാ. അവൾ അവളുടെ അച്ഛനെ അമ്മയും പോലെ ഓർക്കാൻ പാടില്ല. അതുപോലെ നമുക്ക് അവളെ സ്നേഹിക്കണം. അതുപോലെ അഞ്ജലി. അങ്ങനെ തിരുത്താൻ മാത്രം ചെറുതല്ല നീ ചെയ്ത തെറ്റ് സിദ്ധാർത്ഥ്. നീ ചെയ്ത തെറ്റിന് എന്തായാലും ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. എന്ന് വെച്ച് ഞാൻ ജയിലിലേക്ക് പോയാൽ നിനക്ക് സന്തോഷാവൂ അഞ്ജലി? ഹാപ്പി ആവാൻ പറ്റില്ല സിദ്ധാർത്ഥ്. പക്ഷെ ചെയ്ത തെറ്റ് സമ്മതിച്ച നിനക്ക് വേണ്ടി ഞാൻ എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാം. അപ്പോ കുട്ടിയുടെ ലൈഫ്? നമ്മുടെ മോളെ ഞാൻ നോക്കാം സിദ്ധാർത്ഥ്. യു ഡോണ്ട് വറി, അവളെ ഞാൻ നോക്കിക്കോളാം. നമുക്ക് പോവാം, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സറണ്ടർ ആവാം. എന്തിനാടി ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? സ്നേഹത്തോടെ പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ലേ? ഭർത്താവ് ജയിലിൽ പോയാൽ നീ സന്തോഷിക്കുമായിരിക്കാം. എന്റെ ഇമേജിന് എന്തെങ്കിലും ഒരു ചെറിയ കോട്ടം തട്ടിയാ നിന്നെ ഞാൻ ജീവനോട് വിടില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ കാണും. അതെ, നീ അല്ലടി. എന്റെ ഇമേജാണ് എനിക്ക് എന്റെ ജീവനേക്കാളും വലുത്. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ആരെ വേണമെങ്കിലും കൊല്ലും. നിനക്ക് ദൈവത്തിന്റെ സ്ഥാനമല്ലേ നൽകിയത്? പക്ഷെ നിന്നെ എനിക്കിപ്പോ ഒരു മനുഷ്യനായിട്ട് പോലും കണക്കാക്കാൻ പറ്റുന്നില്ല. എന്റെ സിദ്ധാർത്ഥ 2 ദിവസം മുൻപ് തന്നെ മരിച്ചു കഴിഞ്ഞു. നിന്നെ പോലൊരു ക്രിമിനലിന്റെ കൂടെ എങ്ങനെ ജീവിക്കാന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ തന്നെ ആ പ്രശ്നം നന്നായിട്ട് പരിഹരിച്ചു. അതിനുശേഷം എന്റെ ഇമേജ് പോകുന്നുള്ള പേടിയില് എന്റെ അഞ്ജലിയെ ഞാൻ കൊന്നു സാർ. ആ ഇമേജിന് വേണ്ടി തന്നെയാ ഞാൻ ചെയ്ത തെറ്റുകൾ തിരുത്താൻ പറ്റാതെ ഇവിടം വരെ എത്തിയത്. ഇപ്പോഴും ഞാൻ അതൊക്കെ മറക്കാൻ വേണ്ടി തന്നെയാ ആ മുന്നേ കാണാൻ പോകുന്നത്.
ഇമേജ് കോംപ്ലക്സ് ഡിസീസ് ആണെന്ന് കരുതിയാലും ഡിസോർഡർ ആണെന്ന് കരുതിയാലും എനിക്ക് കുഴപ്പമില്ല സർ. ഞാൻ ഒരിക്കലും സത്യം അംഗീകരിക്കില്ല. ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് പോവാൻ സമയമായി. സിദ്ധാർത്ഥ് ജയിലിൽ കഴിയുന്ന മുന്നേ സന്ദർശിക്കാൻ എത്തുമെന്ന് ജയിൽ കറസ്പോണ്ടന്റ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജാൻസി, ഇപ്പോ മുന്നേ ഉള്ള ജയിലിലെ അവസ്ഥ എന്താണ്? പ്രബല ഡയറക്ടർ സിദ്ധാർത്ഥ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൊലപാതകത്തിൽ വധശിക്ഷ കാത്തിരിക്കുന്ന മുന്നയുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുന്നയ്ക്ക് സിദ്ധാർത്ഥിനോട് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. സിദ്ധാർത്ഥ് നല്ല വ്യക്തിയാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. എന്താ കൊച്ചേ, എന്തൊക്കെയാ നീ പറയുന്നേ? ആ ഡയറക്ടറെ കുറിച്ചാണോ നല്ലത് പറയുന്നേ? സത്യം എന്താന്നറിയോ? അല്ല, നിങ്ങളാരാ? ഞാനോ? തൂക്കി കൊല്ലാൻ പോകുന്നില്ലേ ആ മുന്നയുടെ അമ്മയാ ഞാൻ. ആ ഡയറക്ടറെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ കാശുള്ളവര് പറയുന്നത് മാത്രമേ കേൾക്കൂ. ഞങ്ങളെ പോലുള്ള പാവങ്ങള് സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ല. ആ ഡയറക്ടർ അയാളുടെ ഭാര്യയെ കൊന്നത് എന്റെ മോനല്ല. സിദ്ധാർത്ഥാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അയ്യോ, അവനാ കൊച്ചെ കൊന്നത്, എന്റെ മോനല്ല കൊന്നത്. എല്ലാരും മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാ എന്റെ അച്ഛനെയും അമ്മയും കാണണമെന്നല്ലേ പറയാ. പക്ഷെ എന്റെ കുഞ്ഞ് ആ ഡയറക്ടറെ അല്ലേ കാണണമെന്ന് പറഞ്ഞ്. നിങ്ങൾ ആരെങ്കിലും ഓർത്തോ? എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ഓർത്തോ? സാറേ, നിങ്ങൾക്കറിയാലോ എന്റെ കുഞ്ഞ് ആരെയും കൊന്നിട്ടില്ല. അവൻ ആരെയും കൊല്ലാൻ കഴിയില്ല. ഞാൻ നിങ്ങളുടെ കാല് വീണ് ചോദിക്കുക, എന്റെ മോനെ രക്ഷിക്കും സാറേ. അവൻ ആരെയും കൊല്ലത്തില്ല. അവൻ അതിന് കഴിയില്ല. അവനല്ല കൊന്നത്. ഇത് സത്യം. സാറേ, അങ്ങോട്ട് മാറി. എന്തിനാ ഇവിടെ കുറച്ചങ്ങോട്ട് മാറുന്നില്ലേ? എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? നിങ്ങളോട് തന്നെ അയാൾ പറയുന്നത്. അങ്ങോട്ട് മാറുന്നില്ലേ? എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ഇഷ്യൂ വലുതാക്കട്ടെ. ആ അമ്മ ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുക. എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയായിരിക്കാം. 100%. അങ്ങോട്ട് കുറച്ച് മാറി. മറുപടി നൽകൂ സർ. അങ്ങോട്ട് വഴി മാറിക്കോളെ. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എത്ര പ്രാവശ്യം പറയണം? കുറച്ചങ്ങോട്ട് മാറില്ലേ? സർ, സാറിനോട് എന്ത് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു മുന്നേ ദേ എവിടെയുണ്ട്. സാർ പോയി സംസാരിക്കണം. എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അന്ന് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നീ ചെയ്ത കൊല ഞാൻ ഏറ്റെടുത്തു. ഇപ്പൊ എൻ്റെ അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുത്ത കാശ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത ത്യാഗം അർത്ഥമില്ലാതായിപ്പോയി സാറേ. ഇനി എൻ്റെ അമ്മ ജീവിച്ചിരിക്കണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച കാശ് തിരിച്ച് അമ്മയുടെ കയ്യിൽ കൊടുക്കു സാറേ. ഇത് പറയുന്നതിന് വേണ്ടിയാ എന്നെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് നിങ്ങളെ കാണുമെന്ന് പറഞ്ഞ്. പക്ഷെ എനിക്കൊന്ന് മനസ്സിലായി സാറേ, കാശുണ്ടായ മതി സാറേ. എത്ര വലിയ തെറ്റ് ചെയ്താലും രക്ഷ. തെറ്റ് ചെയ്തവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അന്ന് ഞാൻ പറഞ്ഞതല്ലേ, നിന്നെ കൊണ്ട് തന്നെ ഞാൻ കുറ്റമേറ്റ് പറയിപ്പിക്കുന്നു. നിന്നെ അന്ന് ഷൂട്ട് ചെയ്തപ്പോ തന്നെ എന്റെ കളി ഞാൻ തുടങ്ങിയതാ. നിന്നെ കെട്ടിത്തൂക്കി അന്ന് തന്നെ നിന്റെ ബെഡ്റൂമിൽ ഞാനൊരു ക്യാമറ ഫിക്സ് ചെയ്തിരുന്നു. ആക്സിഡന്റിന് ശേഷം ഡോക്ടറെ കൊണ്ട് നിന്റെ അടുത്ത് കള പറയിപ്പിച്ചു. എനിക്ക് എണീക്കാൻ പോലും കഴിയില്ലെന്ന് അദ്ദേഹം നിന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതിനുശേഷമാണ് വീൽ ചെയറിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നത്. സെന്റിമെന്റലായി സംസാരിച്ചത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നീ വിശ്വസിച്ചു. അത്രേ ഉണ്ടായുള്ളൂ.
പക്ഷെ നിന്റെ വായിൽ നിന്ന് സത്യങ്ങളൊക്കെ എങ്ങനെ പുറത്തു വന്നപ്പോ നിനക്ക് മനസ്സിലായില്ലേ? നീ ഉണ്ടാക്കിയ ആക്സിഡന്റ് തന്നെയാ നിന്റെ കഥയ്ക്കൊരു ക്ലൈമാക്സ് ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചത്. ഞാൻ റെക്കോർഡ് ചെയ്ത മൊത്തം ഫുട്ടേജും ഗവർണർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മുന്നയുടെ മരണശിക്ഷ റദ്ദ് ചെയ്യുന്നതിനുള്ള ഗവർണറുടെ ഓർഡർ. ഇത് കോർട്ട് നിനക്കെതിരെ ഇഷ്യൂ ചെയ്ത അറസ്റ്റ് വാറണ്ട്. ഈ കളി എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ട് നിങ്ങൾ കളിച്ചത്. അങ്ങനെയല്ലേ വേണ്ടത്. ഇമേജ് നിലനിർത്താൻ വേണ്ടി നീ ഒരു കൊലപാതകം ചെയ്തു. പക്ഷെ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഞാൻ ക്രൈം ചെയ്തും കൊലയാളിയെ കണ്ടെത്താൻ കഴിയുന്നത് നിന്നിൽ നിന്നാ പഠിച്ചത്. ഈ കളിയില് നിങ്ങൾ ജയിച്ചെന്നാണ് വിചാരിക്കുന്നേ? പിന്നെ നിങ്ങൾ ന്യായത്തെ മാത്രമേ രക്ഷിച്ചുള്ളൂ സാർ. സാർ എപ്പോഴും ഒരു കാര്യം പറയാറില്ലേ, എന്റെ മരണം 360 ഡിഗ്രിയിൽ കാണിച്ചു തരാന്ന്. ഇതുപോലൊരവസ്ഥ എനിക്ക് ഉണ്ടാകാതിരിക്കാനാ എന്റെ മരണം ഞാൻ പോക്കറ്റിൽ തന്നെ ഇട്ട് കറങ്ങിക്കൊണ്ട് നടക്കുന്നു സാർ. എനിക്ക് ജീവനുള്ളിടത്തോളം എന്റെ ഇമേജ് ആർക്കും തകർക്കാനാവില്ല സാർ.